നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ വന്നു ചേരുന്ന അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും ഒരേപോലെ അവസരങ്ങൾ വന്നു ചേരുകയും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കാനൊരു അവസരം ഉണ്ടായിത്തീരുന്നത് വഴി പലപ്പോഴും മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ പോലും ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുന്നത് വഴി സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടുവാനും ഇടയുണ്ട്. ഇനി മുതൽ 3 മാസങ്ങളിൽ നടക്കുന്ന പരീക്ഷകളിലെല്ലാം തന്നെ കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ എഴുതാൻ സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം മിക്ക വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ഈശ്വര പ്രാർത്ഥനകളും സ്വയമേവ ഉള്ള നല്ലോണം പഠിക്കാനുള്ളൊരു അവസരം ഉണ്ടായതൊക്കെ തന്നെ ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനിടവരും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായി നടത്തി വരുന്നവർക്കൊക്കെ തന്നെ ഏറ്റവും നിർണായകമായുള്ള പല അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ ആശ്വാസവും സമാധാനവും അതിലുപരി നിലനിൽപ്പിനും അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ലേശകരമായുള്ള വിഭാഗങ്ങളെല്ലാം ഒഴിവാക്കി, ക്ലേശകരമായിട്ടുള്ള വിഷയങ്ങളെയും ഒഴിവാക്കി സുഗമമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതകൾക്ക് വിലയിരുത്തിക്കൊണ്ട് പ്രയത്നിക്കാനും പ്രവർത്തിക്കാനുമുള്ളൊരവസരം തീർത്തും അവിചാരിതമായിട്ടാണ് ഉണ്ടാകുവാനിടയുള്ളത്. അത് എല്ലാം സ്വീകരിക്കാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. വാഹനോപയോഗത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും ഈ ഫെബ്രുവരി മാസത്തിൻ്റെ പകുതി മുതൽ മാർച്ച് മാസം പകുതി വരെ തീരെ അരുതാത്തതാണ്. ആദ്യമായി ചെയ്യുന്നതൊക്കെ തന്നെ അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. അതിരുകടന്ന ആവേശം ആവുന്നതും ഒഴിവാക്കി മിതത്വത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ വേണ്ട പോലെ അനുഭവത്തിൽ വന്നു ചേരും. പലപ്പോഴും സമചിത്തത കുറവുള്ള മക്കൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം നൽകുവാൻ അവസരമുണ്ടാകും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന മിക്ക വിദ്യാർത്ഥികൾക്കും ആ രാജ്യത്ത് ജോലി കിട്ടാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് വികസിത രാഷ്ട്രങ്ങളിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഈ മാസത്തിൽ തന്നെ അതിനൊരു അനുമതി ലഭിക്കുവാനും ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാനാന്തരീക്ഷം സംജാതമാകും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങളെ കൊണ്ട് മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി വേണ്ടി വരും. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വിഹംഗ വീക്ഷണം വേണ്ടി വരുവാനിടയുണ്ട്. ഡിസംബർ മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതായുള്ള പല കരാർ ജോലികളും മാർച്ച് മാസത്തെങ്കിലും പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ ജോലിക്കാരെ നിയമിക്കുക. ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ പ്രവൃത്തി മണ്ഡലത്തിൻ്റെ അവിടെ തന്നെ താമസിച്ചുകൊണ്ട് വളരെ കൃത്യമായുള്ള രീതിയിൽ പ്രവർത്തന മണ്ഡലങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഉള്ള സാഹചര്യങ്ങളൊക്കെ സാധ്യതയുണ്ട്. ദേഹാസ്വാസ്ഥ്യങ്ങൾ പലതും വന്നു ചേരുന്നത് വഴി വിദഗ്ധമായുള്ള പരിശോധനകളൊക്കെ നടത്തും. ചില സാംക്രമിക രോഗങ്ങൾ, പകർച്ചവ്യാധിയുടെ ലക്ഷണങ്ങൾ എന്നിവ ഉള്ളതിനാൽ പലപ്പോഴും യാത്രകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇരുന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം നിലയിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ഉള്ള നിഷ്കർഷയോടുകൂടിയതായുള്ള സമീപനം സൽകീർത്തിക്ക് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. സത്യസന്ധവും നീതിയുക്തവുമായുള്ള സമീപനം അനുകൂലമായുള്ള വിജയം കൈവരിക്കാനുള്ള യോഗം കാണുന്നു. പൊതുപ്രവർത്തനങ്ങളിൽ വളരെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന പലർക്കും കക്ഷി രാഷ്ട്രീയ മത്സരങ്ങൾക്ക് വേണ്ടി തീർത്തും അവിചാരിതമായിട്ട് അവസരങ്ങൾ വന്നു ചേരുവാനും അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാനുമുള്ള സാധ്യതയുണ്ട്. താങ്ങും തണലുമായിട്ട് നിന്നിരുന്ന പലർക്കും പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് പുരാണം, ഇതിഹാസം,
ഭാരതീയ ശാസ്ത്രങ്ങൾ അതിനെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ബന്ധിപ്പിച്ചും കൊണ്ട് ഈശ്വരാരാധനകളും ഇതിന് എല്ലാ മാർഗതടസ്സങ്ങളെയും നീക്കി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനൊരു അവസരത്തെ സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും സ്ഥിരം താമസിക്കുവാനൊരു അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിന് തൽക്കാലത്തേക്ക് പിന്മാറി ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ സാധ്യത കാണുന്നു. വേറെ ചിലർക്ക് നിക്ഷേപം എന്ന നിലയിൽ ഭൂമിയോ ഗൃഹം വാങ്ങുവാനുള്ള അവസരം ഉണ്ടാകുന്നത് പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. പലപ്പോഴും തിന്മകൾ വിലയിരുത്തി തിന്മയെ ഒഴിവാക്കി നന്മയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം മാതാപിതാക്കളിൽ നിന്നും ഗുരുകാരണവന്മാരിൽ നിന്നും അനുഗ്രഹാശസ്സുകൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രധാന തീരുമാനങ്ങൾക്ക് യുക്തിയുക്തമായിട്ടുള്ള സമീപനവും അനുഭവജ്ഞാനമുള്ളവരുടെ ഉപദേശവും തേടുന്നത് നന്നായിരിക്കും. കീഴ് ജീവനക്കാർക്ക് കൃത്യമായിട്ടുള്ളൊരു ഭരണ പരിഷ്കാരം ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ചിലർക്കൊക്കെ അസ്വാരസ്യമുണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഈ ഒരു പദ്ധതി ഗുണകരമായി തീരും, അഥവാ ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളെ കുറയ്ക്കും, അല്ലെങ്കിൽ നിലനിൽപ്പിന് അനുകൂലമായി തീരും എന്ന ധാരണ അവർക്ക് നൽകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അബദ്ധങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ സ്വയമേവ തയ്യാറാവണം. പൊതുവെ എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ 8-9 മാസമായിട്ട് തൊഴിൽ മേഖലകളാണെങ്കിലും കുടുംബപരമായിട്ടൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് വഴി ഈ വരുന്ന ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് അവലംബിക്കാൻ അവസരം വന്നു ചേരും. എന്നാൽ 2024 ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങളുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായിട്ടുള്ള പന്ഥാവോടുകൂടി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാനിട വരും. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ഫെബ്രുവരി മാസത്തെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങളാണ് ഈ പറഞ്ഞത്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ഭക്തി ശ്രദ്ധാപുരസരം ചെയ്യുന്ന പല കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുക മാത്രമല്ല, ജനഹിതം അല്ലെങ്കിൽ ജനങ്ങൾക്ക് തൃപ്തികരമായുള്ള രീതിയിലും പൊതുജനങ്ങൾക്ക് എല്ലാം സ്വീകാര്യത വന്നു ചേരുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിൻ്റെ അവസ്ഥ കണക്കാക്കിക്കൊണ്ടും പ്രായാധിക്യത്തെ മനസ്സിലാക്കിക്കൊണ്ടും മക്കളോടൊപ്പം സ്ഥിരതാമസത്തിനുള്ളൊരു സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ഒരുപക്ഷെ അന്യനാട്ടിലോ വിദേശത്തോ വികസിത രാഷ്ട്രത്തിലോ താമസിക്കുന്ന മക്കളായിരിക്കാം. ഇതിനുവേണ്ടി തയ്യാറാവുക തന്നെയായിരിക്കും നന്നാവുക. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റത്തിന് അവസരം വന്നു ചേരും. നിലവിലുള്ള ഗൃഹത്തിന് പുറമെ മറ്റൊരു വിസ്തൃതിയുള്ള ഒരു വീട് വാങ്ങിയാലോ എന്ന ധാരണയൊക്കെ ഉണ്ടാകും. പലപ്പോഴും അന്വേഷിക്കും. ഫെബ്രുവരി മാസത്തിൽ ശനി ഞായർ എന്നീ ദിവസങ്ങളിലൊക്കെ തന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തുമെങ്കിൽ പോലും പലതും തൃപ്തികരമല്ലാത്തതുകൊണ്ടും മനസ്സിൽ ഉദ്ദേശിച്ച വിലയ്ക്ക് ഇണങ്ങാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളെ കൊണ്ട് ജന്മനാട്ടിൽ ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ 8-10 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടു കൂടി തന്നെ ആയിരിക്കാം ഇങ്ങനെയൊരു നിലപാട് സ്വീകരിക്കുവാൻ ഇടയുള്ളത്. വിദേശത്തേക്ക് സ്ഥിരതാമസമാക്കുവാനൊരു അനുമതിക്ക് സകുടുംബം ഉള്ള അനുമതിക്ക് അപേക്ഷകൾ നൽകിയിരുന്നു. തീർത്തും അവിചാരിതമായിട്ട് ഈ മാസത്തിൽ തന്നെ അനുമതി ലഭിക്കുവാൻ ഇടയുണ്ട്.
പലപ്പോഴും ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള അപാകതകളെ കൊണ്ടോ അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്തത് കൊണ്ടോ ഭക്ഷ്യവിഷബാധ ഏൽക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ വ്യാപാര വിപണന വിതരണ മേഖലകൾക്ക് തുടക്കം കുറിക്കാമെങ്കിൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ളൊരു പ്രതിഫലം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വേറെ ചിലർക്ക് വർഷങ്ങളായിട്ട് വിദേശത്ത് താമസിക്കുന്നു, ഇനി ജന്മനാട്ടിൽ വന്ന് സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങിയാലോ എന്ന പലപ്പോഴും പല ധാരണകളും ഉണ്ടായിരുന്നു. പക്ഷേ ജന്മനാട്ടിൽ പണം മുതൽ മുടക്കിയാൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം, അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നും നിർദ്ദേശം സ്വീകരിക്കാനിടവരും. ജന്മനാട്ടിൽ തുടങ്ങുന്ന പ്രസ്ഥാനത്തിൽ നേട്ടം വളരെ കുറയും. അല്ലാത്ത പക്ഷം വിദേശത്ത് തന്നെ ജോലി തുടരുക തന്നെ ആയിരിക്കും എന്ന നല്ല നിർദ്ദേശം സ്വീകരിക്കുന്നത് വഴി ഈ ആദ്യം പറഞ്ഞ വ്യാപാര മേഖലയിൽ നിന്നെല്ലാം തന്നെ പിന്മാറുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നേർന്നു കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യതയുണ്ട്. ആപൽഘട്ടങ്ങളെ തരണം ചെയ്യുവാനായിട്ട് അഹോരാത്രം പ്രവർത്തനങ്ങളും ഈശ്വര പ്രാർത്ഥനകളും വേണ്ടിവരും. ഒരുപക്ഷെ ഈ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ മിക്ക ദിവസങ്ങളിലും രാത്രി വളരെ വൈകിട്ട് ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ഒരു വിഹംഗ വീക്ഷണം വേണ്ടി വരുവാനാണ് സാധ്യത കാണുന്നത്. ഗുരുകാരണന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം ആശ്വാസമുണ്ടാകും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വർഷങ്ങൾക്ക് മുമ്പ് കടം കൊടുത്തതായുള്ള പണത്തിന് പകരം ഭൂമി കൈവശം വന്നു ചേരുവാനുള്ളൊരു അവസരത്തെ സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. പുതിയ പാഠ്യപദ്ധതിക്ക് ചേരുക, അല്ലെങ്കിൽ വിജ്ഞാനം ആർജിക്കുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഭാവിയിലേക്ക് ഏറ്റവും തൊഴിൽ സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുക, ഇവയൊക്കെ തന്നെ എന്തായാലും വിദ്യ ആർജിക്കുവാനും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കാനുമുള്ളൊരവസരം ഈ ഒരു മാസത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങളായതുകൊണ്ട് അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. അഹോരാത്രം പ്രവർത്തിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സുതാര്യമുള്ളത് സമീപനത്താലും അവഗണിക്കപ്പെട്ട അവസ്ഥാവിശേഷങ്ങളെല്ലാം ഒഴിഞ്ഞു മാറി പരിഗണിക്കപ്പെടുന്ന ഒരവസ്ഥ വന്നു ചേരുന്നത് വഴി ഒരുപക്ഷെ സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടും. ആത്മാഭിമാനത്തിനും യോഗമുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. സേവന സാമർഥ്യത്തോടുകൂടിയതായുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കും. ജനപിന്തുണ ലഭിക്കുന്നതിനാൽ ആത്മാർത്ഥ സുഹൃത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് അവലംബിക്കുവാനും കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാനും സാധിക്കും. കീഴ് ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ അവലംബിക്കുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരമുണ്ടായിത്തീരും. അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും നിഷ്പ്രയാസം സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. പലപ്പോഴും സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിൽ ദീർഘവീക്ഷണത്തോടുകൂടിയതായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മിക്ക ജോലിക്കാർക്കും പരിശീലനം നൽകുവാൻ അവസരം വന്നു ചേരും. വിഭാവനം ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. സമർപ്പിക്കുന്ന പദ്ധതികളൊക്കെ വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. പ്രയത്നങ്ങളൊക്കെ പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും വന്നു ചേരുവാനും പൂരാട നക്ഷത്രക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.